PRS വായ്പ നിഷേധിച്ചതിന് ആലപ്പുഴ തകഴിയിൽ കർഷകൻ ആത്മഹത്യ ചെയ്ത് 1 വർഷം കഴിഞ്ഞിട്ടും കുടുംബത്തെ അവഗണിച്ച് സംസ്ഥാന സർക്കാർ. കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകുമെന്ന് KG പ്രസാദിന്റെ മരണകാരണത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നും സർക്കാർ അറിയിച്ചിരുന്നുവെങ്കിലും അതൊന്നും പാലിച്ചിട്ടില്ല എന്നാണ് കുടുംബം പറയുന്നത്. നവംബർ 11 തകഴി കുന്നുമ്മ സ്വദേശിയായ KG പ്രസാദ് ആത്മഹത്യ ചെയ്തത്. സർക്കാരും മറ്റ് 3 ബാങ്കുകളുമാണ് തന്റെ മരണത്തിന് ഉത്തരവാദിയെന്നായിരുന്നു പ്രസാദിന്റെ ആത്മഹത്യാക്കുറിപ്പ്. 2011 പ്രസാദ് ഒരു കാർഷിക വായ്പ എടുത്തിരുന്നു. 2021 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിലൂടെ ഈ തുക തിരിച്ചടക്കുകയും ചെയ്തു. എന്നിട്ടും പ്രസാദിന് സിബിൽ സ്കോർ കുറവാണെന്ന് ചൂണ്ടിക്കാട്ടി ബാങ്ക് ലോൺ അനുവദിച്ചില്ല. തുടർന്നായിരുന്നു ആത്മഹത്യ. പ്രസാദിന്റെ മരണശേഷം ഇക്കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെത്തി വീട്ടുകാരുടെ മൊഴിയെടുത്തിരുന്നെങ്കിലും പിന്നീടുള്ള കാര്യങ്ങളൊന്നും അറിയില്ലെന്ന് പ്രസാദിന്റെ ഭാര്യ ഓമന പറയുന്നു. സർക്കാർ നെല്ലിന്റെ പൈസ ബാങ്കിന് അടയ്ക്കാതെ വന്നുകൊണ്ടല്ലേ ഈ പുള്ളിക്ക് PRS ലോൺ കിട്ടാതെ തന്നെ അങ്ങനെ ആത്മഹത്യ ചെയ്തതാണ്. സർക്കാർ ഈ ആത്മഹത്യയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വില്ലേജിലും കളക്ടറേറ്റിലും താലൂക്കിലും ഒക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഉദ്യോഗസ്ഥന്മാരിവിടെ വന്ന് അന്വേഷിച്ച റിപ്പോർട്ടും കൊണ്ടുപോയി. പക്ഷെ നമ്മളോട് ഒന്നും ഇതുവരെ അറിയിച്ചിട്ടുണ്ടായില്ല. പ്രസാദ് മരിക്കുമ്പോൾ ജപ്തി ഭീഷണിയിലായിരുന്ന വീട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പണമടച്ചാണ് ജപ്തിയിൽ നിന്ന് ഒഴിവാക്കിയത്. ബാങ്കുകളുടെ നിരന്തരമായ പീഡനം അനുഭവിച്ചതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഈ ഗതി വന്നത്. അപ്പോൾ ഇവിടുത്തെ ഭരണകർത്താക്കൾ ഇതുവരെയും അദ്ദേഹത്തിന് വേണ്ടി ഒരു വിധത്തിലുള്ള സഹായവും ഇതുവരെയും ചെയ്തിട്ടില്ല. പല വിധത്തിലുള്ള പ്രോമിസുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു സഹായവും ഇതുവരെ അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ വേണ്ടിയിട്ട് ഇവിടുത്തെ ഭരണകർത്താക്കൾ ഈ സർക്കാർ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ആകപ്പാടെ അദ്ദേഹത്തെ സഹായിച്ചത് ശ്രീ സുരേഷ് ഗോപിയാണ്. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിലയിൽ അദ്ദേഹം സഹായിച്ചു എന്നുള്ളതല്ലാതെ മറ്റ് യാതൊരു വിധത്തിലുള്ള സർക്കാർ സേവനങ്ങളും സർക്കാർ സഹായങ്ങളും ആ കുടുംബത്തിന് ഇതുവരെ കിട്ടിയിട്ടില്ല. സർക്കാർ എത്രയും പെട്ടെന്ന് ഉണർന്ന് പ്രവർത്തിക്കണം. KG പ്രസാദിന്റെ കുടുംബത്തിന് സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ സർക്കാരിന് കത്തെഴുതുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നു. എന്നാൽ യാതൊരുവിധ സഹായവും ഇതുവരെ ഇവർക്ക് ലഭിച്ചിട്ടില്ല. പ്രസാദിന്റെ വരുമാനത്തിൽ മാത്രം കഴിഞ്ഞിരുന്ന കുടുംബം മറ്റുള്ളവരുടെ സഹായങ്ങൾ കൊണ്ടാണ് ഇന്ന് കഴിയുന്നത്. ജനം, ആലപ്പുഴ.